ഹായ്, ഫ്ലോറിംഗ് ഗുരുവിന്റെ മറ്റൊരു പുതിയ എപ്പിസോഡിലേക്ക് സ്വാഗതം. ഞാനേ ഒരു ചെറിയൊരു അനുഭവമാണ് പറയുന്നത്. ഞങ്ങളുടെ അടുത്ത് ഒരു മെറ്റീരിയൽ പർച്ചേസ് ചെയ്ത് GT മാർബിൾ ആയിരുന്നു, നല്ല ക്വാളിറ്റി മാർബിൾ ആയിരുന്നു പർച്ചേസ് ചെയ്ത്. അവര് വർക്കിന് നിങ്ങൾക്ക് EMI കിട്ടുമെന്ന് ചോദിച്ചു. കാരണം മാർബിളിന്റെ പൈസ തന്നു, വർക്കിന് EMI കിട്ടുമെന്ന് ചോദിച്ചു. വർക്ക് നമ്മൾ റെഡി ക്യാഷിൽ മാത്രമേ ചെയ്യാറുള്ളൂ, കാരണം വർക്കേഴ്സിന് പൈസ കൊടുത്താൽ മാത്രമേ അവർ നല്ല രീതിയിൽ വർക്ക് ചെയ്യുള്ളൂ. അതുകൊണ്ട് തന്നെ അവർക്ക് ആ സമയത്ത് കറക്റ്റ് സമയത്ത് പൈസ കൊടുക്കണ്ടോ. അപ്പോൾ ഒരു പ്രശ്നം കൊണ്ട് തന്നെ അവരെന്ത് ചെയ്യുന്ന പറയുക, പുറത്തുള്ളൊരു അന്യസംസ്ഥാന തൊഴിലാളിയെ കൊണ്ട് വർക്ക് വിരിപ്പിച്ചു. ഈ വർക്ക് കഴിഞ്ഞതിന് ശേഷം ഞങ്ങളടുത്ത് വന്നിട്ട് പറഞ്ഞു, നിങ്ങൾ വീഡിയോസ് കണ്ടിട്ടാണ് ഞങ്ങൾ മാർബിൾ പർച്ചേസ് ചെയ്തത്, പക്ഷേ ഈ മാർബിൾ തന്നത് നിങ്ങൾ ഒരു ക്വാളിറ്റി ഇല്ലാത്ത മാർബിളാണ്, ഇതൊരു പോളിഷും കാര്യങ്ങളൊന്നും വന്നിട്ടില്ല എന്ന് പറഞ്ഞു. ഞാൻ ഉടനെ അങ്ങോട്ട് പോയി, നമ്മളെ സർവീസിന് വേണ്ടിയിട്ട് നമ്മൾ അവിടെ പോയി നോക്കിയ സമയത്ത് എനിക്ക് നന്നായി ബോധ്യപ്പെട്ടു. ഒരു ക്വാളിറ്റി ഇല്ല പോളിഷിങ്ങിന്. വാക്സ് ഒക്കെ തേച്ചിട്ട് ആകെ വൃത്തിയേടാക്കി വെച്ചിട്ടുണ്ട്. ചില ഭാഗത്തൊന്നും പോളിഷ് ആയിട്ടില്ല. ചില ഏറ്റവും രസകരമായ കാര്യം എന്താ പറയുക, ജോയിന്റ് ഫിക്സ് ആവണമല്ലോ ഗ്രൈൻഡ് ചെയ്തിട്ട്, അതുപോലും ഇല്ല കേട്ടോ. കാരണം താന്നും പൊന്തിയൊക്കെ നിൽക്കുക. അപ്പൊ ഇത് ഞങ്ങൾ ആ വർക്കറിനെ വിളിച്ചു വരുത്തി, എന്നിട്ട് അവരോട് ചോദിച്ചു. അപ്പൊ ഈ വീട്ടുകാർക്ക് ഹിന്ദി കാര്യങ്ങളൊന്നും അറിയില്ല. അവര് പൈസ കുറച്ച് കടം കിട്ടുന്നുള്ള ഒരു കാരണത്തിലാണ് അവരെ ഏൽപ്പിച്ചത്. അവർക്കും സംസാരിക്കാനല്ല, അവരുടെ കമ്മ്യൂണിക്കേഷൻ ഭയങ്കര പ്രശ്നമായി. ഈ ഒരു പ്രശ്നം കൊണ്ട് തന്നെ ഞാൻ അവരോട് നന്നായി സംസാരിച്ചപ്പോൾ അവര് തട്ടിമുട്ടിയായി. അവസാനം ഒരു 10-30,000 രൂപ കൊടുക്കാണ്ടായിരുന്നു. അപ്പൊ ഈ പണിക്കാരനോട് ഞാൻ പറഞ്ഞു, ഇതെല്ലാം ഫിക്സ് ചെയ്തതിനു ശേഷം മാത്രമേ എനിക്ക് പൈസ തരുമെന്ന് പറഞ്ഞപ്പോൾ ആ പണിക്കാരൻ പറഞ്ഞു, എനിക്ക് പൈസ വേണ്ടെന്ന് പറഞ്ഞിട്ട് അവർ ഇട്ടെറിഞ്ഞു പോയിട്ടോ. കാരണം അത്രയ്ക്കും ലോ ക്വാളിറ്റി വർക്ക് എടുത്ത് കുറഞ്ഞ പൈസ കടം കിട്ടുന്നുള്ള, ഒരു മാസത്തോളം കടം കിട്ടുന്നുള്ള ഒരു കാരണം കൊണ്ടാണ് അവരത് ചെയ്തത്. പക്ഷെ അത് വലിയ പ്രശ്നമായി മാറിയിട്ടുണ്ട് കേട്ടോ.